നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിലെ പെൻഷനായ 1600 രൂപയുടെ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ലഭിക്കുക, എന്നു മുതലായിരിക്കും പെൻഷൻ ലഭിക്കുക, ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് നാളെ മുതൽ അതിന്റെ വിതരണം തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ദിവസങ്ങൾ ഗവൺമെന്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയോട് കൂടി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം പെൻഷൻ മസ്റ്റിംഗ് ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു മാസം മുതൽ പെൻഷൻ ലഭിക്കുക. മസ്റ്റിംഗ് അന്ന് പൂർത്തിയാക്കാത്ത പല ആളുകളുമുണ്ട്. 90% ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും 10% ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കും ഈ ഒരു മാസം മുതൽ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ AC, സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവർ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, അങ്ങനെ പല കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പെൻഷൻ ഈ മാസം മുതൽ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഫോണിലേക്ക് മെസ്സേജും വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതല്ല, നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യാൻ നന്നായിരിക്കും. അതില്ലെങ്കിൽ നാളെ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞിട്ട് മുടങ്ങുന്ന ആളുകളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അത് അപ്പീൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന അപ്പീൽ കൂടി പരിഗണിച്ചായിരിക്കും അവർ പെൻഷനിൽ നിന്നും ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ പെൻഷൻ മസ്റ്റിംഗ് മൂലം പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇതിന് അവസരം ഉണ്ടാകും. ഈ അവസരം അവർ പരമാവധി ഉപയോഗപ്പെടുത്തുക. എന്നാൽ അവർ എന്ന് മുതലാണ് മസ്റ്റിങ്ങിന്റെ കാലാവധി കഴിഞ്ഞത്, അതിനുശേഷം എന്ന് മുതലാണ് മസ്റ്റിംഗ് ചെയ്യുന്നത്, ആ സമയത്തുള്ള പെൻഷൻ അവർക്ക് പിന്നീട് യാതൊരു പെൻഷനും അവർക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക്, മറ്റു കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അവർ അപ്പീൽ നൽകുക. അപ്പീൽ നൽകി കഴിഞ്ഞാലും അവർക്ക് പുതിയ പെൻഷൻ അപേക്ഷ നൽകാനും അതിനുള്ള പെൻഷൻ അവർക്ക് അപ്രൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ ചുവപ്പ് കാർഡിൽ നിന്നും വെള്ളയിലേക്കും അതില്ലെങ്കിൽ വെള്ള കാർഡിൽ നിന്നും ചുവപ്പിലേക്കും മാറാനുള്ള അവസരമുണ്ട്. വെള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത മാസം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. പല ആളുകളും ഇപ്പോൾ തന്നെ അപ്രൂവലായി കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും